2 ദിവസം മുന്നേ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്ന് അവർക്ക് മൈഗ്രെയിൻ ആണ്. ഒരുപാട് കാലമായി മൈഗ്രെയിൻ ആണ്. അവർ പല മെഡിസിൻസും എടുത്തു. പക്ഷേ ഒരു ചേഞ്ചും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, "നിങ്ങൾ പോയിട്ട് മഗ്നീഷ്യം ഒന്ന് ചെക്ക് ചെയ്യാൻ." അങ്ങനെ അവർ മഗ്നീഷ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് അവരുടെ മഗ്നീഷ്യം ലെവൽ വളരെ കുറവാണെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൈഗ്രെയിൻ ആയിട്ടുള്ള ഒരു 50% ആൾക്കാർക്കും മഗ്നീഷ്യം വളരെ കുറവായിരിക്കും. മഗ്നീഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടും അതേപോലെ തന്നെ മഗ്നീഷ്യം നമ്മളെ നെർവ്സിൽ സിഗ്നൽ ചെയ്യാനും അതേപോലെ തന്നെ മഗ്നീഷ്യത്തിന് നമ്മളെ നാഡികളിൽ കോൺട്രാക്ഷനും റിലാക്സേഷനും ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ മഗ്നീഷ്യം നമുക്ക് ലഭിക്കാനായിട്ട് കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് അവക്കാഡോ നല്ലതാണ്, അതേപോലെ നട്ട്സ് നല്ലതാണ്, സീഡ്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ നല്ലതാണ്. ഇങ്ങനെ മഗ്നീഷ്യം കുറവ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഇനി വളരെ കുറവാണെന്ന് ആണെങ്കിൽ നമുക്ക് മഗ്നീഷ്യം സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ മൈഗ്രെയിനിന് നമ്മൾ വെറുതെ മരുന്ന് കുടിച്ചിട്ട് കാര്യമില്ല. മഗ്നീഷ്യം എന്താണ് നമ്മൾ കുറവ്, മഗ്നീഷ്യം കുറവാണെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് ചെക്ക് ചെയ്തിട്ട് അത് സപ്ലിമെൻ്റായി എടുക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയോ നമ്മൾ കഴിച്ചിട്ട് വേണം ക്യൂർ ചെയ്യാനായിട്ട്.